പ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് നഗരഹൃദയത്തിലുള്ള ഒരു ഹോട്ടൽ മുറിയിലാണ്. തൊട്ടപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനാണ്. കോഴിക്കോടിലെ മിക്ക മണ്ഡലങ്ങളിലും യാത്ര ചെയ്തതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ബേപ്പൂർ സന്ദർശനം കഴിഞ്ഞിട്ടാണ്. ബേപ്പൂരിലെ കേരളം ഒട്ടാകെ ശ്രദ്ധിക്കുന്ന ശ്രദ്ധേയമായ മത്സരത്തിന്റെ ആ ഫീൽ മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു സംഘം പേർ ഇന്ന് പല സ്ഥലങ്ങളിലും കറങ്ങുകയുണ്ടായി. രണ്ട് സ്ഥാനാർത്ഥികളെയും കണ്ടു. മന്ത്രി PA മുഹമ്മദ് റിയാസിനെ കണ്ട് സംസാരിച്ചു. അദ്ദേഹത്തെ എതിരിടുന്ന UDF-ലെ സ്വതന്ത്രനായിട്ടുള്ള PV അൻവറിനെ കണ്ട് സംസാരിച്ചു. അവരുടെ പ്രചാരണ ശൈലികൾ ഞങ്ങൾ കണ്ടു. അവരുടെ പ്രചാരണ രംഗത്തെ ആവേശവും ആഹ്ലാദവും എല്ലാം ഞങ്ങൾ മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിലയിരുത്തലാണ് ഞങ്ങൾ ഇന്നിവിടെ നടത്തുന്നത്. എന്നോടൊപ്പം ശ്രീ അബ്ദുൾ മജീദ് ഉണ്ട്. അദ്ദേഹം ഈ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോടിന്റെ നാഡീസ്പന്ദനങ്ങൾ അറിയാവുന്ന മാധ്യമപ്രവർത്തകനാണ്. ദീർഘകാലമായി മലബാറിന്റെ പ്രത്യേക രാഷ്ട്രീയം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. ആ നിലയ്ക്ക് അദ്ദേഹമാണ് ഞങ്ങളുടെ കൂടെ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ അബ്ദുൾ മജീദ്, നമ്മൾ കണ്ട കാഴ്ചകളുണ്ടല്ലോ, ആ കാഴ്ചകൾക്കപ്പുറം എന്തൊക്കെയാണ് അന്തർധാരകൾ, എന്തൊക്കെയാണ് അടിയൊഴുക്കുകൾ എന്നുള്ളത് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വിഷയം. പ്രചരണ രംഗത്ത് കാണുന്ന കാഴ്ചകൾ നമുക്കറിയാം. എല്ലാ സ്ഥലത്തും ഏതാണ്ട് ഏറിയും കുറഞ്ഞും അല്ലെ ഒരുപോലെ തന്നെയായിരിക്കും. അത് സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വം, അവരുടെ ജനബന്ധം, അവരുടെ രാഷ്ട്രീയ ബന്ധം, അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ വേരുകൾ, അല്ലെങ്കിൽ അവർക്കുള്ള സ്വാധീനം, ഇതെല്ലാം തന്നെ അതിനകത്ത് വരും. പക്ഷെ എന്താണ് നമ്മൾ ഈ കാണുന്നത്? ഇത് കേരളം ഒട്ടാകെ ശ്രദ്ധിക്കുന്നതാണ്. ഒരു പരീക്ഷണ മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ബേപ്പൂർ ഇത്തവണ മാറിയിട്ടില്ലേ? ബേപ്പൂരിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഈസി വാക്ക് ഓവർ എപ്പോഴും LDF-ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് 1977 അന്ന് പിന്നെ UDF തരംഗമായിരുന്നല്ലോ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. അന്ന് NP മൊയ്തീൻ UDF സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചതിന് ശേഷം പിന്നെ ഒരു UDF സ്ഥാനാർത്ഥിയോട് ജയിച്ചിട്ടില്ല. 80-ൽ ഇതേ NP മൊയ്തീൻ LDF സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു. ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് LDF-ൽ വന്നല്ലോ. അതിനുശേഷം ഇതുവരെ UDF-ന് ജയിക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല, അതിന് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് നിലവിൽ മന്ത്രിയായിരിക്കുന്ന പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുന്ന മുഹമ്മദ് റിയാസിന് ഇത്തവണ നിലനിൽക്കുന്ന 2021 ഇലക്ഷനിൽ അവിടെ സമ്മാനിച്ചത് വലിയ ഭൂരിപക്ഷമാണ്. 21,000-ന്റെ ആ ഒരു ഭൂരിപക്ഷത്തിലേക്ക് ഒരിക്കലും പോയിട്ടില്ല. ഇതിനു മുമ്പ് അവിടെ വളരെ ജനകീയനായിട്ടുള്ള VKC മുഹമ്മദ് കോയ അവിടെ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും എല്ലാം ഇടപെടുന്ന ആ നാട്ടുകാരൻ. റിയാസ് നമ്മൾ സംസാരിച്ചപ്പോൾ റിയാസ് എന്ന് പറഞ്ഞതിൽ ഒരു കൗതുകരമായ വശമുണ്ട്. നമ്മൾ ഭൂരിപക്ഷം എത്ര കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭൂരിപക്ഷം ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഒരു വസ്തുത ഞാൻ പറയാം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഈ മണ്ഡലത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ റെക്കോർഡ് വോട്ടാണ് കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയത്. അത് വർദ്ധിപ്പിക്കും, ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നല്ല അദ്ദേഹം പറഞ്ഞത്, അത് ഞാൻ വർദ്ധിപ്പിക്കും. അത് വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഭൂരിപക്ഷം വർദ്ധിക്കും എന്നുള്ളതാണല്ലോ അതിന്റെ സെൻസ് എന്ന് പറയുന്നത്, അല്ലേ? അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒരു സ്ഥാനാർത്ഥി അങ്ങനെ പറയുമല്ലോ. അല്ല, ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചത് ആ നാട്ടുകാരനും അവിടെ വളരെ അധികം ജനങ്ങളായിട്ട് ബന്ധമുള്ള VKC മുഹമ്മദ് കോയ ഇതിന്റെ മുമ്പ് ജയിച്ചത് 14,000 സംതിങ് എന്തോ വോട്ടിനാണ്. അത് നേരെ ഇരട്ടിയുടെ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി റിയാസ്. അത് കൊണ്ടുപോകാൻ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷൻ നമുക്കറിയാം ഒരു LDF തരംഗം ഉണ്ടായിരുന്നു, അല്ലേ? 99 സീറ്റ് കിട്ടാറ് ഒരു തരംഗം തന്നെയാണ്. ആ തരംഗത്തിലാണ് റിയാസ് അങ്ങനെ പോയത്. ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട്ട് LDF-ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കോട്ട എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ. പക്ഷെ കോട്ടകൾ പലപ്പോഴും തകർന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അങ്ങനെ ഉള്ളൊരു കോട്ടയെന്ന് പറയാവുന്ന അത് തകരത്തക്ക രീതിയിലുള്ള അടിസ്ഥാനപരമായ ഒത്തിരി കാര്യങ്ങൾ ഇത്തവണ ഉണ്ടായിട്ടുമുണ്ട്. പ്രത്യേകിച്ചും എന്താണ് നമ്മുടെ നാട്ടിൽ ഇപ്പം കഴിഞ്ഞ കുറെ കാലമായി വിവാദമായി കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ അതിന് അല്പം അയവ് വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. പക്ഷേ ഒരു മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് വരുന്നു, നേതാക്കളുടെ ഭാഗത്തു നിന്ന്. CPM ചരിത്രത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിൽ ഒരു മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിക്കുന്നു എന്നൊരു സംശയം നാട്ടുകാർക്ക് ഉണ്ടാകത്തക്ക രീതിയിൽ, വോട്ടർമാർക്ക് ഉണ്ടാകത്ത രീതിയിലുള്ള പല പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അപ്പൊ ആ നിലയ്ക്ക് വരുമ്പം ആ ഫാക്ടർ ഈ കോട്ട തകർക്കുന്നതിന് സഹായിക്കുമോ? കോട്ട തകർക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും ഉറപ്പാണ് റിയാസ് ജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
കാരണം റിയാസ് എന്നല്ല LDF ജയിക്കുമെന്ന്. പക്ഷെ ഈ ഭൂരിപക്ഷം ഒന്നും നിലനിർത്താൻ പറ്റില്ല. അത് വളരെ ചെറിയൊരു മാർജിനിലേ ജയിക്കാൻ സാധ്യതയുള്ളൂ. ജയിക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ അവിടെ വന്നിറങ്ങിയ അൻവർ പറഞ്ഞാൽ നമ്മൾ കുറച്ചു കാലം കൊണ്ട് ഒരാളല്ല, വോട്ട് പിടിക്കാനുള്ള വലിയ മിടുക്കുള്ള വ്യക്തി. അദ്ദേഹം എടുത്തിട്ടൊരു വിഷയമുണ്ട്, ഈ പറഞ്ഞതുപോലെ LDF അതുപോലെ സംഘപരിവാറുമായിട്ടുള്ള ബന്ധത്തിന്റെ വിഷയവും ഈ തൃശ്ശൂർ പൂരം കലക്കിയത് അടക്കമുള്ള ചില കാര്യങ്ങൾ എടുത്തിട്ട് അത് ശരിക്ക് അവിടുത്തെ CPM-ന്റെ BJP ബാന്ധവം, ഗവൺമെന്റിന്റെ BJP ബാന്ധവവും മുഖ്യമന്ത്രിയുടെ BJP ബാന്ധവവും ഇങ്ങനെയെല്ലാമുള്ള വിഷയങ്ങൾ ആദ്യമായി ഉയർത്തിക്കൊണ്ടുവരികയും അതാണ് താങ്കൾ പറഞ്ഞ അജിത് DGP ആയിരുന്ന അജിത്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു കേരളം ഒട്ടാകെ വീശിയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റ് തന്നെയാണ് അത്. ഇപ്പൊ ആ കാറ്റ് അല്പം കെട്ടടങ്ങിയിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. കാരണം അതിന്റെ അപകട ഭീഷണി മനസ്സിലാക്കിയിട്ട് അവർ കുറച്ചൊക്കെ കറക്റ്റ് ചെയ്യാൻ തയ്യാറായി എന്നാണ് തോന്നുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഇദ്ദേഹം ഇത് എടുത്തു പുറത്തുവിട്ടു. അത് എന്ന് പറഞ്ഞാലും ഈ ഏരിയയിൽ ഈ പ്രദേശങ്ങളിലുള്ള മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഇത്തിരി ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ഫലം കാണാനുണ്ട്. ഒരു ഉദാഹരണത്തിന് നമ്മളിന്ന് അവിടെ ഒരു മണ്ഡലത്തിൽ പോയി, ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് അൻവറിന്റെ ഒരു സ്ഥലത്ത് പോയി, വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെ ജനങ്ങളുടെ ഒരു സമ്മിശ്ര ഒരു കാര്യം കണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ മതം തിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ. അവിടെ അതും ഉണ്ട്, ഹിന്ദു സ്ത്രീകളുണ്ട് അൻവറിന്റെ. നേരെ മറിച്ച് നമ്മൾ പോയ റിയാസിന്റെ ഏരിയയിൽ ഒരൊറ്റ മുസ്ലിം സ്ത്രീയെ പോലും ആ യോഗത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത്തിരി സംശയത്തോടുകൂടി മുസ്ലിം സമുദായം LDF-നെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് കരുതി അവിടെ അൻവറിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ, അൻവറിന് ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ റിയാസിന്റെ അല്ലെങ്കിൽ LDF-ന്റെ, നമ്മൾ അങ്ങനെ പറയാം, വ്യക്തിയിലേക്ക് പറയണ്ട, LDF-ന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ പറ്റും. പക്ഷേ UDF-ന്റെ ഒരു തരംഗം എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ, ഞാൻ അങ്ങനെ ശരിക്കും പറയുന്നില്ല, ഒരു UDF കൊടുങ്കാറ്റ് ഉണ്ടായാൽ അൻവർ ജയിക്കും. അങ്ങനെ സാധ്യത ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ വരുന്ന ദിവസങ്ങളിലേക്ക് പറയാൻ പറ്റില്ല. പിന്നെ അദ്ദേഹത്തിന് കാണിച്ചൊരു ധൈര്യം മനസ്സിലാക്കണം. ഒട്ടും സേഫ് അല്ലാത്തൊരു സീറ്റിലേക്കാണ് ഇറങ്ങി വരുന്നത്. വേറെ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചോദിച്ചാൽ കിട്ടാവുന്ന തവന്നൂർ, കഴിഞ്ഞ തവണ ജലീൽ 2000 സംതിങ് വോട്ടിന് ജയിച്ച തവന്നൂർ വേണമെങ്കിൽ ഒന്ന് വാശി പിടിച്ചാൽ സീറ്റ് കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ മലപ്പുറത്ത് അങ്ങനെ കോൺഗ്രസ് തോൽക്കുന്ന എവിടെയെങ്കിലും കിട്ടുമായിരുന്നു. പക്ഷെ അതൊന്നുമല്ലാതെ ഇത്രയും കനത്ത ഭൂരിപക്ഷത്തിൽ LDF ജയിച്ചൊരു മണ്ഡലത്തിൽ വന്നിറങ്ങാൻ കാണിച്ചൊരു ധൈര്യം, അത് ആ നാട്ടിൽ കുറച്ച് ആളുകൾ സ്വാധീനിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ ആവർത്തിച്ച് പറയുന്നു, അദ്ദേഹത്തിന്റെ ജയം അത്ര എളുപ്പമല്ല. LDF-നെ ബേപ്പൂരിൽ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല.